എന്റെ മോളായതുകൊണ്ട് പറയല്ല, പഠിക്കാൻ ബഹുമിടിക്കുക. പുസ്തകം തുറക്കണ്ട. ടീച്ചർ, മീനാക്ഷി ആദ്യമായിട്ടാ വീട് വിട്ട് മാറി താമസിച്ചിട്ടില്ല. പ്രീ ഡിഗ്രിക്ക് വരുന്ന എല്ലാ പെൺകുട്ടികളും അങ്ങനെ തന്നെയാ അല്ലേ? അല്ല, അത് ശരിയാ. ഹോസ്റ്റലിലേക്ക് വന്നു കഴിഞ്ഞാൽ അല്ല, ഒരു മിനിറ്റ്. മീനാക്ഷിക്ക് അച്ഛനും അമ്മയൊന്നുമില്ല, എല്ലാം ഞാനാ. അതുകൊണ്ട് ഇവിടെ വിട്ടിട്ട് പോകാൻ എനിക്ക് മനസ്സ് വരുന്നു. അതൊക്കെ അങ്ങ് ശീലമായിക്കോളും. പക്ഷെ എന്റെ മോളുടെ കാര്യം അങ്ങനെയല്ല. അല്ല, ഇവിടെ താമസിച്ചാലേ എല്ലാം ശീലിച്ചല്ലേ പറ്റൂ. അതൊക്കെ അത്രേ ഉള്ളൂ. എന്നാലും ഒരു കണ്ണ് വേണമെന്ന് ഞാൻ പറയായിരുന്നു. അത് ശരിയാ. അതെ. ഷുവർ, വരൂ. എല്ലാം ഉണ്ടോന്ന് ഒന്നുകൂടെ നോക്കട്ടെ. ഈർക്കില്, എണ്ണ, ഈഞ്ച, രാസ്നാദിപ്പൊടി, മഞ്ഞപ്പൊടി. വെൽക്കം മീനാക്ഷി. ഐ എം ട്രീസ. ഐ എം സുധ. സുമ. മഞ്ജു. അതെ, പിക്കളുണ്ട്. എല്ലാം ഉണ്ട് ചേട്ടച്ചാ. ചേട്ടച്ചൻ പോയിക്കോ. ബൈ ബൈ ബൈ. അയാളൊരു തനി കൺട്രിയാ. ഞാൻ പോയിട്ട് ശനിയാഴ്ച രാവിലെ ഇങ്ങനെ ഒന്ന് കൂട്ടിക്കൊണ്ടുപോകാം. എന്നാ വെള്ളിയാഴ്ച വൈകിട്ട് വന്നൂടെ? എന്നാ പിന്നെ വ്യാഴാഴ്ച ഇങ്ങ് വരാം. എന്നാ പിന്നെ ബുധനാഴ്ച ഇങ്ങ് പോരരുതോ? പറഞ്ഞ പോലെ ചൊവ്വാഴ്ച ഒരു ദിവസം കാര്യമല്ലേ ഉള്ളൂ. ഞാൻ പോയിട്ട് നാളെ രാവിലെ ഇങ്ങ് വരാം. മുടി ശരിക്കും തോർത്തടി, പനി പിടിക്കും. എന്നാ പിന്നെ വ്യാഴാഴ്ച ഇങ്ങ് പോരരുതോ? എക്സ്കർഷനും കുന്നതിനൊന്നും പോണ്ട. സർവമംഗളമംഗല്യേ ശിവേ സർവാർത്ഥ സാധികേ ശരണ്യേ ത്രയംബകേ ദേവി നാരായണി നമോസ്തുതേ. വരൂ സാറേ, വരൂ സാറേ. ഞാൻ താനായിരുന്നോ? എന്താ ഫോൺ ചെയ്യണം. ആർക്കാ? ഡോക്ടർക്കാ? അല്ല, മീനാക്ഷിക്ക്. എങ്ങോട്ട്? ഹോസ്റ്റലിലേക്ക്. താൻ അവളെ ഹോസ്റ്റലിൽ കൊണ്ടാക്കിയിട്ട് ഇങ്ങോട്ട് വന്നതല്ലേ ഉള്ളൂ. എന്താ എത്ര അത്യാവശ്യം? വീട്ടിൽ അവളില്ലാത്തതുകൊണ്ട് ഒരു ശ്വാസം മുട്ടൽ പോലെ ശബ്ദം കേൾക്കാൻ വേണ്ടിട്ടാ. ഇങ്ങനെ ഇരിക്കപ്പുറത്ത് ഇല്ലാണ്ടായാല് ഇല്ല, ഞാനൊന്നും പറയുന്നില്ല. നമ്പർ അറിയാമെങ്കിൽ വിളിച്ചോ. പറഞ്ഞ പോലെ നമ്പറിന്റെ കാര്യം ഡയറക്ടറി നോക്കിയാ അതെങ്ങനെയാടോ അവിടുത്തെ നമ്പർ ഇവിടുത്തെ ഡയറക്ടറി കാണുന്നേ? എൻക്വയറി വിളിച്ചു. ഇടോ മണി 10 വരുന്നായി. ഇപ്പോഴാണ് ലേഡീസ് ഹോസ്റ്റലിലേക്ക് വിളിക്കുന്നേ. താൻ പോയി കിടന്ന് ഉറങ്ങാൻ നോക്കാം. ഹലോ, രാമകൃഷ്ണ ഹിയർ. ഇങ്ങനെ പോത്തു പോലെ അവിടെ കിടന്ന് ഉറങ്ങിക്കോ. ഹലോ ഹലോ, ഡോക്ടർ അനിയനാണോ? എന്താണോ ഈ നേരത്തെ ഉറങ്ങാതെ? എനിക്ക് ഉറങ്ങാൻ പറ്റുന്നില്ല. 10-15 വർഷമായിട്ട് എന്റെ കൂടെ മീനാക്ഷി ഉണ്ടായിരുന്നു. അവളില്ലാതെ തനിച്ച് ആദ്യമായിട്ടാ. അവളിപ്പോ ഹോസ്റ്റലിൽ വരണ്ടിരിക്കായിരിക്കും. പൊസസീവ്നെസ് എന്ന് പറയുന്നത് ഒരു രോഗമാണ്. കൺട്രോൾ ചെയ്തില്ലെങ്കിലേ യു വിൽ ഹാവ് ടു സഫർ. തൽക്കാലം ഡോക്ടർ അനിയൻ റൂമിൽ ചെന്ന് കിടക്ക്. ഗുഡ് നൈറ്റ്. ഇന്നലെ ഞാൻ ഉറങ്ങിയില്ല. മോർണിംഗ്. എക്സ്ക്യൂസ് മീ. നീ പോയി പെട്ടിയും മാണ്ടൊക്കെ എടുത്തോണ്ട് വാ, നമുക്ക് പോവാം. ഇന്ന് കോളേജ് ഉണ്ട്. ഉണ്ടെങ്കിൽ എടുത്തോളും. ആരും എടുത്തോണ്ട് പോകത്തില്ല. നിന്നെ വിളിച്ചോണ്ട് വാനേ വന്ന്. സമയം കളയാതെ പോയി എടുത്തോണ്ട് വാ. അപ്പൊ നമ്മൾ തിരിച്ചു വരത്തില്ലേ? ചോദ്യം പ്രശ്നമൊക്കെ ചെയ്തിട്ട് വരാൻ പറഞ്ഞ വന്നോളാം. അപ്പോ അച്ഛൻ അച്ഛൻ ഈ ചേട്ടച്ചൻ രാത്രി മുഴുവൻ അവിടെ ഇവിടെയൊക്കെ അലഞ്ഞിരിഞ്ഞ് നടന്നു. വേണ്ട വേണ്ടാന്ന് വിചാരിച്ചെങ്കിലും ഒടുവിലെത്തിയത് ഹോസ്റ്റലില്. മോളെ, നീ കോളേജിലൊന്നും പോകണ്ട, എങ്ങും പോകണ്ട. നീ ഇല്ലെങ്കിൽ ഈ വീട് ഉറങ്ങിയതുപോലെ. ഓർമ്മിക്കാനൊന്നും വേറൊന്നും ഇല്ലാത്ത ഒരാൾക്ക് ഇവിടെ നിന്ന് ഭ്രാന്ത് പിടിക്കും. ചേട്ടച്ചാ, എനിക്ക് കോളേജിൽ പോണം, പഠിക്കണം. എന്നെ വിടുവോ? വിടണം, വിടും. ചേട്ടച്ചനെ നിന്നെ മനസ്സിലാവുന്നുണ്ട്, നിന്റെ വിഷമം മനസ്സിലാവുന്നുണ്ട്. നീ ഇന്ന് എന്നെ തിരിച്ചു വയ്ക്കാം. ഞാൻ വെറുതെ പറഞ്ഞതല്ല. മോളെ വിളിക്കാം. ഇവിടെ ഇരിക്കുകയായിരുന്നു. എന്നാ പിന്നെ സമയം കളയണ്ട, പുറപ്പെടാം.
എഴുതോ. ഞാൻ വന്ന എനിക്ക് തിരിച്ചു വരാൻ തോന്നത്തില്ല. നിന്നെ വലിയ സാറെ കൊണ്ടാക്കും. മോള് വയ്ക്കും. ഇന്ന് ഞാൻ പോണില്ല. എന്നാ പിന്നെ നേരത്തെ പറഞ്ഞുകൂടായിരുന്നോ മനുഷ്യനെ വെറുതെ മെനക്കെടുത്താൻ? ഞാൻ എന്റെ പാട്ടിന് പോവാ. ഒരു മോളും ചാട്ടച്ഛനും. ഇതിനകത്ത് എന്താ കല്ലോ? എന്നടി വെള്ളൂരൊക്കെ ബാഗ് വന്നു. ഇതെന്താ അടിച്ചു വരാനോ? For body massage. What's this? Hey. Beautiful color. Cha. Feel like a dream world. Idana. Cha cha. Hey. Looks like a bed sheet. Wow. Miti. Hi. Hi. Hello. Let's go. ഇത് കൊള്ളാമല്ലോ. വേഷമൊക്കെ മാറിയപ്പോ നീ സ്മാർട്ടായി. അല്ല വല്യേട്ടൻ. വല്യേട്ടൻ. ആ ചേട്ടാ, ഞാനിത് കൊണ്ടുവരണ്ടായിരുന്നു. പാവടയും ബ്ലൗസാ. അല്ല നിനക്ക് അതും ചേരും ഇതും ചേരും. വാങ്ങിച്ചോ. ഇതെന്തുവാ? നമുക്ക് കൊള്ളാമല്ലോ. കൂടെയുള്ള കുട്ടികൾ നിർബന്ധിച്ചപ്പോ വെറുതെ. ആയിക്കോട്ടെ, ലേശം പരിഷ്കാരൊക്കെ ആവാം. ലേശം. സാധനങ്ങളൊക്കെ നന്നായാൽ സദ്യയും നന്നാവും. എന്നാ പറഞ്ഞ പോലെ 24-ാം തീയതി ഉച്ചയോടുകൂടി എരിശ്ശേരി അങ്ങ് എത്തിക്കോളും. സന്ധ്യ ആവുമ്പോഴത്തേക്ക് ഞാനും അങ്ങ് എത്താം. കലണ്ടറിന്റെ ഡയറിയിൽ വല്ലതും കുറിക്കണാവോ? അതൊക്കെ അച്ഛനെ പോലെ എന്നെ മനസ്സിൽ കുറിച്ചിട്ടുണ്ട്. എന്നാ വരട്ടെ. ആയിക്കോട്ടെ. ചേട്ടച്ചാ, ചേട്ടച്ചന് ഇപ്പഴെന്താ പാൻസ് ഒന്നും ഇടാത്തെ? ഓ, അതൊക്കെ എന്താ ഇപ്പൊ പറയണ്ടേ? ചേട്ടച്ചൻ ആ ജോലി വേണ്ടെന്ന് വെച്ചതാണോ അതോ പിരിച്ചുവിട്ടതാണോ? എന്നെ കൊണ്ട് അതൊക്കെ ചെയ്യിച്ചിട്ട് ഇപ്പൊ നീ തന്നെ എന്ത് ചോദിക്കാ? എന്നാലേ ഞാനൊരു ഡൗട്ട് ചോദിക്കട്ടെ. ആ ജോലി ഇനിയും കിട്ടുവോ? ഈ പാചകത്തിന് നടപ്പ് ഒരു രസമില്ലാത്ത പണിയാ. ആരെങ്കിലും ചോദിച്ചാ? സ്റ്റാറ്റസ് ഇല്ലാത്ത പണിയായതുകൊണ്ട് മൂക്ക് നാണക്കേടുണ്ടല്ലേ? അയ്യോ അതല്ല, ഞാൻ പറഞ്ഞതേ ഉള്ളൂ. കൂട്ടുകാരോട് എനിക്ക് ബാങ്കിലെ ജോലി എന്ന് പറഞ്ഞാൽ മതി. എടാ പോയി ആ മുഖത്തെ കരിയും ഏർപ്പൊക്കെ അങ്ങ് തുടച്ചോളാം. അതിപ്പോ എന്റെ റോൾ ഇവിടുത്തെ കല്യാണ ചെറുക്കന്റെ ഒന്നും അല്ലല്ലോ. ഇങ്ങനെ ആയാലും എന്താ? അതല്ലേ പിന്നെ എടാ അത് നമ്മുടെ മീനാക്ഷി അല്ലേ? അത് അവളൊന്നും അല്ല. അവളുടെ ഒരു ചായ ഉണ്ടെന്നല്ല. ആണോടാ പോയി? നീ എങ്ങനെ ഇവിടെ വന്നു? കണ്ടപ്പോ ആകെ ഒരു സർപ്രൈസ് ആയി പോയി. എന്റെ ടീച്ചറിന്റെ മാരേജാ. ഇവരൊക്കെ ക്ലാസ്മേറ്റ്സ് ആയിരിക്കും അല്ലേ? എന്റെ ചേട്ടൻ ഡോക്ടർ രാമകൃഷ്ണൻ. രാമകൃഷ്ണൻ അല്ല, രാമകൃഷ്ണൻ. അച്ഛനമ്മയുടെ പേര് മാറ്റാൻ നിനക്ക് അധികാരമില്ല. പിന്നെ ഇത് ഞാൻ ഇവിടുത്തെ പാചകക്കാരനാ. ഈ ഭക്ഷണമൊക്കെ ഉണ്ടാക്കുന്ന കുക്ക്. വേണമെങ്കിൽ ചീഫ് കുക്ക് എന്ന് വിളിക്കാം. എടാ പോയി അത് അല്ല, എനിക്ക് ലേശം ഈ കടു ഇറക്കാനുണ്ട്. പിന്നെ കാണാം. പിന്നെ നീ കോളേജിലാണെന്ന് അറിഞ്ഞപ്പോ നിർമ്മലക്ക് നിന്നെ ഒന്ന് കണ്ടാ കൊള്ളാവുന്നുണ്ട്. ഇവിടെ നിപ്പോ പോയത് എന്റെ ചേട്ടച്ചനാ. എന്നെ ഒരിക്കൽ പോലും കാണാൻ ഇഷ്ടപ്പെടാത്ത നിങ്ങളെ എനിക്കൊന്ന് കാണുമെന്ന് തോന്നി. സോ ഐ ആം ഹിയർ. ബോൾഡായിട്ട് പറയോ? ഇതെന്ത് മര്യാദയാ? നീ ഏതാ കുട്ടി? What do you want? എന്നെ ഒരിക്കൽ പോലും കാണാൻ ഇഷ്ടപ്പെടാത്ത നിങ്ങളെ എനിക്കൊന്ന് കാണുമെന്ന് തോന്നി. സോ ഐ ആം ഹിയർ. വിനോ, if you don't mind, sit there. ഇരിക്കുന്നേ. ഇനി എനിക്ക് സഹിക്കില്ല. Tell me, who are you? അതറിഞ്ഞ നിങ്ങൾക്ക് തീരെ സഹിക്കില്ല.
മാതൃത്വവും മനസാക്ഷിയും നിങ്ങൾക്കുണ്ടായിരുന്നെങ്കിൽ ഇവിടെ ഈ വീട്ടിൽ നിങ്ങളുടെ മകളായി ജീവിക്കേണ്ടിരുന്നവളാണ് ഞാൻ. സത്യത്തിൽ നിങ്ങളെ കടിച്ചു കീറി തിന്നാനുള്ള ദേഷ്യമുണ്ട് എനിക്ക്. പക്ഷേ മീനോ, നീ എന്തായി പറയാൻ പോണേ? നേരി കണ്ടപ്പോ എനിക്കിഷ്ടായി. ഓ മൈ ഗോഡ് മീനാക്ഷി, സത്യത്തിൽ ഐ കാൺട്ട് ബിലീവ് ഇറ്റ്. നീ എന്നെ തോൽപ്പിച്ചു കളഞ്ഞു. ഇത്രയും കാലം ഞാൻ നിന്നെയാണല്ലോ അകറ്റി നിർത്തിയത്. ചേട്ടച്ചാ, ഈ വീക്കെൻഡിൽ പ്ലീസ് ലെറ്റ് മീ ബി ഫ്രീ. നീ വരുന്നില്ലെങ്കിൽ വരണ്ട. പക്ഷെ എന്താ കാര്യം ഞാനൊന്ന് അറിയട്ടെ. അല്ല, അത് പിന്നെ എന്റെ ഒരു ഫ്രണ്ടിന്റെ ഡാഡി ഇന്ന് വരും. എന്നെ കൂടെ വീട്ടിലേക്ക് കൊണ്ടുപോവാൻ. പ്ലീസ്, ഞാൻ പൊയ്ക്കോട്ടെ ചേട്ടച്ചാ. അത് വേണോ മോളെ? അല്ലെങ്കിൽ ആ കുട്ടി പിണങ്ങും. വേണ്ട, ആ കുട്ടിയെ പിണക്കണ്ട. നീ വന്നില്ലേലും ചേട്ടച്ച പിണങ്ങില്ല. മോള് വയ്ക്കോ, ഞാൻ ഇറങ്ങട്ടെ. ഞാൻ പോയിട്ട് പിന്നെ അടുത്ത ആഴ്ച വല്ലതും വരാം. കഥനം ചെയ്താൽ മംഗളമായി വരൂ അഖില ജനാനാം. Nirmala, actually what kind of a performance is this? Meenu, is it Kudiyattam? No, it's ഓട്ടംതുള്ളൽ. ഓ, ഈ ഓട്ടംതുള്ളലൊക്കെ മീനു എവിടുന്ന് പഠിച്ചു? നാട്ടിലെ ഉത്സവത്തിന് കണ്ടിട്ടുണ്ട്. ഇത് മാത്രല്ല, മീനു കുച്ചിപ്പുടിയും മോഹിനിയാട്ടവും ഭരതനാട്യവും ഒക്കെ പഠിച്ചിട്ടുണ്ട്. ഓ, ഐ സി. അതിന്റെ ഭംഗി ആ ബോഡിക്കുണ്ട്. ഇത്രയും മുടി പണ്ടൊക്കെ ആയിരുന്നെങ്കിൽ ഭംഗിയാണെന്ന് പറയായിരുന്നു. ഓ, ഈ ടൈപ്പ് മുടി എനിക്കായിരുന്നെങ്കിൽ ഭ്രാന്ത് പിടിച്ചേനെ. ഇത്രയും ഭംഗിയും കഴിവും മിടുക്കും ഒക്കെയുള്ള മീനുവിനെ ഞങ്ങൾക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്തു തന്ന നിർമ്മല ആന്റിയെ ഞങ്ങൾ അഭിനന്ദിക്കുന്നു. അഭിനന്ദിക്കുന്നത് വെറുതെ അല്ല. വി ഹാവ് എൻ ഐഡിയ. എന്താണ്? നമ്മുടെ ക്ലബിനെ റെപ്രസെന്റ് ചെയ്ത് ഇത്തവണ മീനുവിന് മിസ് കൊച്ചിൻ കോമ്പറ്റീഷൻ അയക്കാം. അയക്കല്ലേ? Thank you.